പാലക്കാട് നഗരത്തിരക്കിൽ നിന്നും വിട്ടുമാറിയുള്ള മകം എന്നു പേരുള്ള വീട്ടിൽ ഈ രണ്ട് വാഹനങ്ങളും ഒരുമിച്ച് കാണുന്നത് അപൂർവമാണ്. കൂട്ടത്തിൽ അല്പം തലക്കനം കൂടുതലുള്ളത് ജില്ലാ കളക്ടറുടെ വണ്ടിക്കാണെങ്കിലും SP P വിജയന് അതൊന്നും ഒരു പ്രശ്നമേയല്ല. കളക്ടർ ഭാര്യയും പോലീസ് ഭർത്താവും തമ്മിൽ ഈഗോ ക്ലാഷും പ്രശ്നങ്ങളും ഉണ്ടാകാൻ ഇത് സിനിമാ കഥയൊന്നുമല്ലല്ലോ എന്ന് SP-യുടെ ചോദ്യം. വൈകുന്നേരങ്ങളിലെ കൊച്ചു വർത്തമാനങ്ങൾ, കളിച്ചിരികൾ ഇതൊന്നും ഈ പൂമുഖത്ത് പതിവില്ല. അച്ഛനെയും അമ്മയെയും ഒരുമിച്ച് കിട്ടിയ അപൂർവ വേളയുടെ സന്തോഷം മക്കളായ വിഷ്ണുപ്രിയയുടെയും വിഘ്നേഷിന്റെയും മുഖത്ത് പ്രകടം. വളർത്തുനായ ജിമ്മി, താറാവുകൾ, മുയലുകൾ, കോഴികൾ എന്നിങ്ങനെ ഈ സിവിൽ സർവീസ് വീട്ടിലെ സഹവാസികൾക്കും നല്ലൊരു സായാഹ്നം ആസ്വദിക്കാനായതിന്റെ സന്തോഷം. നാടിന്റെ ഭരണം തങ്ങളാണെങ്കിലും വീട് ഭരിക്കുന്നത് മക്കളാണെന്ന് രണ്ടുപേരും സമ്മതിക്കുന്നു. ഇയാൾ ഞങ്ങളുടെ മൂത്ത പുത്രി വിഷ്ണുപ്രിയ. വിഷ്ണുപ്രിയ ചിന്മയ സ്കൂളിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. വിഷ്ണുപ്രിയ അവൾ ഒരുപാട് സ്പോർട്സുകളിൽ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നിലും എല്ലാം പഠിച്ചു വരുന്നേ ഉള്ളൂ അല്ലേ. കണ്ണൻ ഏലിയസ് വിഘ്നേഷ് മൂത്ത പുത്രനാണ്. ഞങ്ങൾക്ക് 2 മൂത്ത കുട്ടികളാണുള്ളത്. ഒരു മൂത്ത മോള്, ഒരു മൂത്ത മോന്. അല്ലെങ്കിൽ പ്രസിഡൻ്റ് ആവണ്ട എന്നുള്ളതുകൊണ്ട് അവൻ ചിന്മയെ തന്നെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവൻ ടേബിൾ ടെന്നീസാണ് അവൻ്റെ ഫേവറേറ്റ്. അതും അവൻ പഠിച്ചു വരുന്നുണ്ട്. തിരക്കുള്ള ജോലിക്കിടയിൽ ഒരുമിച്ച് സമയം ചെലവാക്കുക അപൂർവം. എന്നാൽ ഈ സമയത്തിന്റെ ക്വാണ്ടിറ്റിയല്ല ക്വാളിറ്റിയാണ് പ്രധാനമെന്ന് ഈ ബിസി കപ്പിളിന്റെ വാദം. ഔദ്യോഗിക ബുദ്ധിമുട്ടുകൾ കാരണം ഉല്ലാസയാത്രകളൊന്നും പതിവില്ല. സിനിമ കാണലും അപൂർവം. തിയേറ്റർ നമുക്ക് സൗകര്യത്തിന് തുറന്നു വെക്കാത്തതുകൊണ്ട് സിനിമ കാണുന്നത് സൗകര്യം കുറവാണ്. ഭക്ഷണം ഏകദേശം കൊച്ചിയിലൊക്കെ 12 മണി വരെ 1 മണി വരെയൊക്കെ തുറന്നു വെക്കുന്നതുകൊണ്ട് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാറുണ്ട് പുറത്തു വരും. സിനിമ നമ്മളെ സമയത്ത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു 3 മണിക്കൂർ ഒരിടത്ത് ഇങ്ങനെ ഇരിക്കുകയെന്ന് വെച്ചാൽ പിന്നെ മാത്രമല്ല ഈ പ്രത്യേകിച്ചും ഈ ഡിസ്ട്രിക്ട് പോസ്റ്റിങ്ങിലൊക്കെ ആകുമ്പോൾ ഒത്തിരി ഫോൺ വരും. ഫോൺ അറ്റൻഡ് ചെയ്യാതെ ഇരിക്കുന്നത് ശരിയല്ല. ഫോൺ നമ്മൾ തന്നെ കയ്യിൽ നിന്നും പേഴ്സണലി അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ എന്താ ഇഷ്യൂ എന്ന് പറയാൻ പറ്റില്ല. തിയേറ്ററിൻ്റെ അതൊന്നും ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അവർ മറ്റുള്ളവർക്ക് പ്രയാസമായിരിക്കും നമ്മൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് അറ്റൻഡ് ചെയ്യാം. അപ്പം അതുകൊണ്ട് തിയേറ്റർ നമുക്ക് ഇത്തിരി സിനിമ പ്രയാസമാണ്. എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഒന്നിച്ചൊരു ഒരു കൈയുടെ വിരലുകളിൽ ഉണ്ടാകുന്ന കൂടുതൽ സിനിമയൊന്നും മൊത്തം കണ്ടുണ്ടാവും തോന്നുന്നു. കേരളത്തിലെ ഒട്ടുമുക്കാലും ഇടങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള ഈ കുടുംബത്തിന് കൊച്ചിയോട് അല്പം ഇഷ്ടക്കൂടുതലുണ്ട്. ഇനീഷ്യലി ഒരാൾ ട്രിവാൻഡ്രത്ത്, ഒരാൾ കാസർഗോഡായിരുന്നു. പിന്നീട് കുറേശ്ശെ അടുത്തടുത്ത് അപ്പോൾ നെയ്ബറിങ് ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ വിചാരിച്ചത്ര സമയം നമുക്ക് ഫാമിലീൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ പോസ്റ്റിങ്ങിൽ ഞങ്ങൾ ഒന്നിച്ച് സ്പെൻഡ് ചെയ്യുന്നത് റിലേറ്റീവ് കുറവാണെങ്കിലും കുട്ടികളായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈം എൻ്റെ കൂടിയിട്ടുണ്ട്. ഔദ്യോഗിക ജീവിതത്തിലെ രസങ്ങളെക്കുറിച്ചും ഇവർക്ക് ഏറെ പറയാനുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരു ജില്ലയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഞാൻ ആലുവ SP ആയിരുന്നു. ഷി വാസ് ഡിസ്ട്രിക്ട് കളക്ടർ ചെയ്യാം. അന്നാണ് ഒത്തിരി ഈ ആക്ച്വൽ ലോ വൈസ് നിയമപ്രകാരം ഞങ്ങൾ ഒരു 2 ഡിഫറെൻ്റ് അസൈൻമെൻറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അത് രണ്ടും ഡിഫറൻ്റ്ലി കാണുമ്പോഴേ പ്രശ്നമുള്ളൂ. ആ സമയങ്ങളുണ്ടായിരുന്ന ഇഷ്യൂസൊക്കെ വളരെ എഫക്റ്റീവ്ലി സോൾവ് ചെയ്യാൻ പറ്റി. കാരണം ആകെ ആ സമയത്ത് നഷ്ടം ഉണ്ടായിരിക്കുക വീട്ടിൽ വന്നാലും ഡിസ്കസ് ചെയ്യുന്ന ഇതായിരിക്കും എന്നുള്ളതാണ്. അതർവൈസ് ഈഗോ ക്ലാഷ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഡിസ്ട്രിക്റ്റിൽ SP-യും കളക്ടറും തമ്മിൽ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഇഷ്യൂ ഉണ്ടാവുള്ളൂ. വീട്ടമ്മ എന്ന നിലയിൽ താൻ പൂർണ്ണ പരാജയമാണെന്ന് കളക്ടർ സമ്മതിക്കുമ്പോൾ അങ്ങനെ വിഷമിക്കാനൊന്നുമില്ലെന്ന് ഭർത്താവിന്റെ സാന്ത്വനം. ബേസിക് കാര്യങ്ങളെല്ലാം തന്നെ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് കുട്ടികൾ സ്കൂളിൽ പോകുമ്പം ഓപ്പൺ ഹൗസ് എല്ലാ ദിവസവും സ്കൂളിൽ വിടാൻ പറ്റാറില്ലെങ്കിലും ഓപ്പൺ ഹൗസിൽ ഇൻവൈരിയബിളി ഞങ്ങൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. ബീന അറ്റൻഡ് ചെയ്യാറുണ്ട്. പിന്നെ കുട്ടികളുടെ അസുഖം അടുത്ത പ്രധാനപ്പെട്ടതാണ്. അസുഖം ഉണ്ടെങ്കിൽ ഞങ്ങൾ തന്നെയാണ് പേഴ്സണലി കെയർ ചെയ്യാറ്. അത് വേറെ ആരെയും ഔട്ട്സോഴ്സ് ചെയ്യാറില്ല. അവർക്ക് 6 മാസം തൊട്ട് അവർ കാണുന്നത് ഇങ്ങനെ കാറിൽ പോകുന്ന അമ്മയാണ്. അപ്പോൾ കുട്ടികൾ ഒരുപാട് അങ്ങനെ അത്രയ്ക്കൊരു ഡിമാൻഡിങ് നേച്ചറല്ല. അവർ പരമാവധി അവർ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ അവർ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അവർ തന്നെ പറയാം, അമ്മയുടെ ഈ പോസ്റ്റ് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്കിത് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് അമ്മ എന്നെ സ്കൂളിൽ കൊണ്ടുവിടണം, എന്നൊക്കെ വളരെ അഡ്ജസ്റ്റിംഗ് ആയിട്ടാണ് അവർ പറയാറുള്ളത്. ഒരേ പ്രൊഫഷനിൽ ജോലി ചെയ്യാനായത് പരസ്പരം മനസ്സിലാക്കാൻ ഏറെ ഉപകരിക്കുന്നുവെന്ന് ഇരുവരും പറയുന്നു. വാലന്റൈൻസ് ഡേ അല്ലേ വരുന്നത്, എന്താണ് ഇവർക്ക് പ്രണയത്തെക്കുറിച്ച് പറയാനുള്ളത്? സർക്കാർ ഫയലിനകത്ത് പ്രണയത്തിന് വലിയ സ്കോപ്പ് ഉണ്ടോ എന്നറിയില്ല. അവസാനമായി ഇഷ്ടമുള്ള പ്രണയഗാനത്തെക്കുറിച്ച് സൂചിപ്പിക്കാനും ഇരുവരും മറന്നില്ല. ക്ലാസ്മേറ്റ്സിലെ ഒരു എൻ്റെ കൽബില് അതിനകത്ത് ഒത്തിരി നല്ല
നല്ല നല്ല നല്ല കുറേ സിമ്പിൾസൊക്കെ കയറ്റിയിട്ട് ഒരു നല്ലൊരു രസകരമായിരിക്കുന്ന നല്ലൊരു മലയാളം ഗാനമായിട്ടാണ് തോന്നുന്നത്. കൊച്ചിയിൽ നിന്നും ദേവൻ മഠത്തിൽ നിന്നും സജിത്തിനുമൊപ്പം അഞ്ജു രഞ്ജിത്ത്, ഏഷ്യാനെറ്റ് ന്യൂസ്.